രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. രാമായണം കാവ്യരൂപത്തിൽ രചിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള ഐതിഹ്യമനുസരിച്ച് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നു വന്ന നാരദമുനിയിൽ നിന്നാണ് വാൽമീകി രാമകഥ കേൾക്കാനിടയായത്. ഈ ലോകത്തിൽ ധൈര്യം, വീര്യം, ശ്രമം, സൗന്ദര്യം, പ്രൗഢി, സത്യനിഷ്ഠ, ക്ഷമ, ശീലഗുണം, അജേയത എന്നീ ഗുണങ്ങളടങ്ങിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ് എന്ന മഹർഷിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് നാരദൻ രാമകഥ ചൊല്ലിക്കൊടുക്കുന്നത്. സർവ്വഗുണങ്ങളും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുക എന്നത് അസംഭവ്യമാണ് എന്നും, എന്നാൽ ഏറെക്കുറെ ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു മനുഷ്യൻ ദശരഥ മഹാരാജാവിന്റെ മൂത്ത മകൻ രാമനാണെന്നുമായിരുന്നു ചോദ്യത്തിനുള്ള നാരദന്റെ മറുപടി. പിന്നീട് നാരദൻ രാമകഥ മുഴുവനും വാൽമീകിക്ക് വിസ്തരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കഥയാണ് നമ്മൾ വരുന്ന 32 ദിവസങ്ങളിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഓരോ ദിവസവും രാമായണ പാരായണവും അതിലൂടെ ലഭ്യമാകുന്ന സന്ദേശവും ഉൾപ്പെടുത്തിയാണ് അക്ഷയ കേറ്ററിംഗ് രാമാമൃതം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ കർക്കിടക മാസം മുഴുവൻ ഓരോ ദിവസവും നമ്മുടെ വീടുകൾ രാമായണ ശീലുകളാൽ നിറയട്ടെ. കർക്കിടക മാസാരംഭമായ ഇന്ന് നിങ്ങൾക്കേവർക്കും അറിയാവുന്ന ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ സ്വാമി അയ്യപ്പദാസാണ് രാമായണ പാരായണം നടത്തുന്നത്. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി ഇതിഹാസകാവ്യമായ രാമായണം 32 ദിവസത്തേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സകല ദേവാലയങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും വായിക്കുന്ന അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ഈരടികൾ പ്രസരിക്കുന്ന ദിവസമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ പാരായണത്തിൽ നമുക്ക് ആദ്യത്തെ 3 ഭാഗങ്ങൾ, രാമായണം പൂർണ്ണമായിട്ടും 6 ഭാഗങ്ങളാണുള്ളത്. അതിലാദ്യ ഭാഗമായിട്ടുള്ള ബാലകാണ്ഡത്തിലെ ഭാഗങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. അതിൽ സാക്ഷാൽ പാർവതിയും ശിവനുമായുള്ള ഒരു സംവാദമുണ്ട്. രാമായണത്തെ സംബന്ധിച്ചിടത്തോളം രാമകഥ പാർവതിക്ക് ശ്രീപരമേശ്വരൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞാൽ അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥൻ അനപത്യതാ ദുഃഖം കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ ഗുരുവായ വസിഷ്ഠൻ്റെ സമീപത്ത് ചെന്ന് എന്താണ് എൻ്റെ ദുഃഖത്തിന് പരിഹാരമാർഗം എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി വസിഷ്ഠൻ കൊടുക്കുന്നു. ഇവിടെ വളരെ പുണ്യപ്രദമായിട്ടുള്ള ഒരു യാഗം നടത്തണം. ആ യാഗം നടത്താൻ സാധാരണക്കാർ പോരാ. അന്നത്തെ കാലത്ത് ഏറ്റവും അറിയപ്പെട്ടിരുന്ന ബ്രഹ്മചാരിയായിട്ടുള്ള അഖണ്ഡ ബ്രഹ്മചാരിയായിട്ടുള്ള ഋഷ്യശൃംഖനാണ് ആ യാഗം നടത്തേണ്ടുന്നത് എന്ന് പറയുന്നു. ഈ യാഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം 2-ാം ദിവസത്തിലേക്ക് ആയതുകൊണ്ട് ഇവിടെ ഇന്ന് വായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ എല്ലാവരുടെയും അറിവിനേക്ക് വേണ്ടി വ്യക്തമാക്കുകയാണ്. ഒന്നാമത്തേത് ഉമാമഹേശ്വര സംവാദം, രണ്ടാമത് ചെയ്യുന്നത് ശിവൻ ചെയ്യുന്ന കഥാകഥനം, അത് പാർവതിയോട്, മൂന്നാമത്തേത് പുത്ര ലാഭാലോചന. ഗുരുവായ വസിഷ്ഠനോട് ദശരഥൻ തൻ്റെ ദുഃഖകാരണം വിവരിച്ച് അതിൽ നിന്നുള്ള മോചനത്തിനുള്ള മാർഗം ആരായുന്നതാണ് സന്ദർഭം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗജാനനം ഭൂതഗണാധിസേവിതം കപിധ്വജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണിം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരായ യാ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭിർദേവൈർസദാ വന്ദിത
സാ മാം പാതു സരസ്വതീ ഭഗവതീ നിശേഷജാഠ്യാപഹായ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജനപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനബാഹു അരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. രാമം നിശാചര വിനാശകരം നമാമി. രാമം വിനാശകര നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. വാണിയിടു കനാരതം എന്നുട നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്നതബോധനൻ. വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി, താൻ മമവരം തരികെപ്പോഴും വന്നിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മാമകേ മനസി വാണിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും, വാരിജ ശരാരാതി പ്രാണനാഥനും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനപാംസു സഞ്ചയം മമ, ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു.
വേദത്തിനാധാരഭൂതന്മാരി കാണായോരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ധാതു ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥ ഭൂതപതി ശ്രുതിവാക്യാത്മാദിനം പ്രതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേൻ. അഗ്രജന്മമ സദാം വിദൂഷാമഗ്രേസരൻ മൽഗുരുനാഥൻ ഏകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടു ധാത. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക ഔവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. താത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരീ ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി. സർവലോകാവാസ സർവേശ്വര മഹേശ്വര. സർവശങ്കര ശരണാഗത ജനപ്രിയ
സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടും എന്ന് കേൾപ്പു. ആകയാൽ ഞാനുണ്ടോന്ന് നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സംഖ്യ യോഗഭേദാദികളും ക്ഷേത്രോപവാസസ്ഥലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദി ഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തതു കേട്ട മൂലം സന്തോഷം അകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപതേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്. ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാബ്ധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊല്ലുവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു. ദേവൻ ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവതി ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണം എന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. ഉന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരു കരുണാമൂർത്തി പരമൻ പരബ്രഹ്മ ജഗദുത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ അനാദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശൻ മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസമൃതമാകമൂലം സീതാരാഘവാമരുൾസൂനു സംവാദം മോക്ഷം സാധനം ചൊൽവാൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ ഭക്തികണ്ഠനെ കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യവുക്ക് അഭിഷേകവും ചെയ്ത് സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗത്ശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ച് നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം
പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്തിയാ വന്നിച്ചു നിൽക്കുന്നു ഒരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. മന്ദഹാസവും പൂണ്ട് സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി. നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയും ഇല്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കന്മഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമന്യടോ. ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ശ്രീരാമപാദഭക്ത പ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി വിനിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണ്യം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും. എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം ത്വൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികൾ എന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം. ബദ്ധമോദേന ബുക്ക് യാഗരക്ഷയും ചെയ്ത് സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരം മകമ്പുക്ക് മുപ്പുര വൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൂക്ക് തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പൊക്ക്. 12 സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനത്. മാതാവ് കൈകേയിയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പൊക്ക്. വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമിന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ. പൊക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം
പുഷ്കര ശരപരവശയായി വന്നാളല്ലോ. രക്ഷോനായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിത് 14,000 പടയോടും കൊന്നിത് 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ. മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ടകബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ട് മോക്ഷദൻ അവളുടെ പൂജയും കൈക്കൊണ്ടഥ. മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം. പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതം ഒരു വസ്തു ചെയ്കയിൽ ഒരു നാളും. നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാനെന്നു തോന്നിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം മഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടു. തേജോരൂപിണിയാകും എന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമയിലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും.
പരമാത്മാവും മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരം ഉപദേശമില്ലിതിന്മീരെയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു, രാമമാഹാത്മ്യം ഇതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയം ഇല്ലനാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കട പ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റം എങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുന്നില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ട് തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വം അമൃതമാം രസായനം തന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവും ഉണ്ടായി വരാം. കിം നൃണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാം. കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ. ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രീ കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്താരം പുരാ വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷ മുക്ത്യർത്ഥമായി ചമച്ചാൻ അതിൽ അതിചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണം എന്ന് പേരിതിനധ്യയനം ചെയ്തുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി
ഗോരൂപം പൂണ്ട് ദേവതാവസഗണത്തോടും സാരസാനന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചവൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവൻ ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോട് കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴിപോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ച് കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോട് കാണായി വന്നു. പത്മലോചനനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവദ്രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലം നരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരം മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. വത്സലാഞ്ഛനവത്സം പാദപങ്കജഭക്തവത്സലം സമസ്തലോകാത്സവം സൽസേവിതം. മേരുസന്നിഭ കിരീടോദ്യൽ കുണ്ടലമുക്താഹാര കേയൂരാംഗത കടക കടിസൂത്രവലയാങ്കുലീയകാദ്യ അഖില വിഭൂഷണ കലിതകളേബരം കമലാ മനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ട് സരസീരുഹഭവൻ മധുര സ്ഫുടാക്ഷരം സാരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാതൊരു പാദപങ്കജം. നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതമദ്വയം ഏകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭഗവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തിയെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരാമയ പരിതപ്ത മാനസന്മാരാം പുംസാം ത്വൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും. മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ പെരുക വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണയുണ്ടാവാനായി. തരിക വരം നാഥ കരുണാകര പോറ്റി ശരണം ദേവ രമാരമണാധരാപദേ. പരമാനന്ദമൂർത്തേ ഭഗവാൻ ജയ ജയ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാപര പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തോരനന്തരം മധുരതരം അതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിലിപ്പോൾ ഇവിടേക്കെല്ലാരും ഒരുമിച്ചെന്ന് കാൺമാൻ ഇവിടേക്കുഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുകെന്നത് കേട്ട് സരസീരുഹ ഭവാനി വണ്ണമുണർത്തിച്ചു. മിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തോരു വസ്തുലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ.
പൗലസ്ത്യതനയനാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിപ്പിച്ചതു മിക്കതും ജഗൽപദേ. മദ്ദത്തവരബല ദർപ്പിതനായിട്ടതീ നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല, യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരുമേ, മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നീനി ഭംഗിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരം അതിന് മധുരിപോ, ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായിതോ വരം സുപ്രസന്നേന മയാ, തദ്വജസത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥനാംന രാജേന്ദ്രനായി കശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും, തസ്യ ആത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി. യോഗമായ ദേവിയും ജനകാലയെ വന്ന് കീകസാത്മജകുലനാശകാരിണിയായി. മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനൻ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടി അരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശാന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുധാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ. സൂത്രാമാദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനം അരുൾ ചെയ്തുടൻ കൃത്യർത്ഥനായി. സത്യലോകവും ബുക്ക് സത്വരം ധരിത്രിയും നസ്തസന്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷ ഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷ ഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോബലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരാം ഭുവി സുഖിച്ചു വാണാരല്ലോ. അമിത ഗുണവാനാ നൃപതി ദശരഥനമരൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ
അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ല പുത്രന്മാരുണ്ടായ്വാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും, അത് നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്തു നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. നിന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൽ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാൻ അതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരന്നു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവൻ അത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. മൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അത് കാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ.
കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. വാണിയിടു കനാരതം എന്നുട നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണം കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നതബോധനൻ. വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ്.